ഇത് വണ്ടി ഹോണ്ട അമേസാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ടൈമിംഗ് ചെയിനാണ്. ടൈമിംഗ് ചെയിൻ ഉണ്ട്, ക്ലച്ച് സൈഡ്, ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അയച്ചിട്ടുണ്ട്. ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വർക്ക് നമുക്ക് നീറ്റായിട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒറിജിനൽ ചെയിനല്ല ഇടുന്നത്. ഒറിജിനൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. കസ്റ്റമറിന് അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെടുത്ത് അതർ ബ്രാൻഡ് ഇടാൻ പറഞ്ഞതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ബ്രാൻഡ് എടുത്തിട്ടുണ്ട്. ഇതിന് 3 ചെയിൻ വരും. ചെയിൻ നമ്മളിട്ട് എല്ലാം പ്രോപ്പറായിട്ട് ടൈമിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഹോണ്ടയുടെ ഡീസൽ വണ്ടികൾക്കൊക്കെ ഈ രീതിയിൽ തന്നെയാണ് ടൈമിങ് കാര്യങ്ങളൊക്കെ വരിക. ഹോണ്ട സിറ്റി ആയാലും അമേസ് ആയാലും ജാസ് ആയാലും ഒക്കെ ഇതേ ടൈപ്പ് തന്നെ വരിക. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെ കാണുമെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കിലുക്കം പോലെ അങ്ങനെ തോന്നും. ഒരു കല 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 ഒരു സൗണ്ട് പോലെ തോന്നും. രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഓയിലൊന്നും കയറി കഴിഞ്ഞാൽ അത് സൈലൻ്റ് ആവും. അപ്പോൾ ആ രീതിയിലാണ് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ എന്തായാലും നമ്മളത് ടൈമിങ്ങൊക്കെ അയച്ച് മാറ്റി സെറ്റ് ചെയ്ത് ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വണ്ടി എന്തായാലും സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻ്റൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രാങ്കിൻ്റെ മെയിൻ ഓയിൽ സീൽ മാറിയിട്ടുണ്ട്. അവിടെ ഒരു ഡമ്മി വരും, ആ ഡമ്മി മാറിയിട്ടുണ്ട്. ആ ഡമ്മി നമ്മളൊരു അടുത്ത 800 ഡമ്മി അടിച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വണ്ടി എൻജിനൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് കയറ്റി സ്റ്റാർട്ട് ചെയ്തൊക്കെ പ്രോപ്പറായി ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മളൊരു വർക്ക് ഇതായിരുന്നു. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ.